ഹായ് എല്ലാവർക്കും സൈറ ലേണിംഗ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഈ ആഴ്ചത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ? അതിലെ ആൻസേഴ്സ് ഒക്കെ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ അതിലെ ആൻസേഴ്സ് എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതായിരിക്കും നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരിട്ട് ചോദ്യത്തിലേക്ക് പോയാലോ? ആസ് യൂഷ്വൽ ഏറ്റവും ആദ്യം നമ്മൾ ഇട്ടിരുന്ന എന്ത് ചോദ്യമായിരുന്നു? ഡാറ്റ ഇന്റർപ്രിട്ടേഷനിലെ ക്വസ്റ്റൻ ആയിരുന്നു അല്ലെ? എന്തായിരുന്നു ഇവിടുത്തെ ഡാറ്റ ഇന്റർപ്രിട്ടേഷനിലെ ക്വസ്റ്റ്യൻ? നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സുവോളജി, എഡ്യൂക്കേഷൻ ആൻഡ് ഹിന്ദി അല്ലെ? ഇതില് അവിടെ എത്ര ടീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളതിന്റെ പെർസെന്റേജ് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്ത് തന്നിട്ടുണ്ട്? അതിന്റെ റേഷ്യോയും തന്നിട്ടുണ്ട് അല്ലെ? ദെൻ അവിടെ തന്നിരിക്കുന്ന മറ്റൊരു സംഭവം എന്താണ്? ഇവിടെ നമുക്ക് അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ആയിട്ട് തന്നിരിക്കുന്ന സംഭവം എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഇൻ ദ സബ്ജക്ട് ഓഫ് ഫിസിക്സ് ഈസ് 448 എന്ന് പറയുന്ന ഒരു സാധനം തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഈ ഒരു ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ 5 ക്വസ്റ്റ്യൻസും ആദ്യം ഒന്ന് നോക്കുക. അപ്പൊ അതിലെല്ലാം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഈ 448 ഫിസിക്സിലെ ആളുകളുടെ എണ്ണമാണ് 448 അല്ലെ? ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഇൻ ദ സബ്ജക്ട് ഓഫ് ഫിസിക്സ് ഇസ് 448 എന്ന് പറയുമ്പോൾ ഈ 14% ആണ് 448 എന്ന് പറയുന്ന സാധനം അല്ലെ? 448 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫിസിക്സിലെ ടോട്ടൽ ആളുകളുടെ എണ്ണമാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ വേണ്ട? വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെയിൽ ടീച്ചേഴ്സ് ഇൻ ദ യൂണിവേഴ്സിറ്റി റെസ്പെക്ടീവ്ലി എന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് എന്തൊക്കെ കാണണം? ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ് നമുക്ക് എന്തായാലും കാണാം. അപ്പൊ നമുക്ക് അത് എങ്ങനെയാ കണ്ടുപിടിക്കാൻ പറ്റുക? 14% 448 ആണെങ്കിൽ അല്ലെ? 14% 448 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതായത് ഫിസിക്സിലെ ആളുകളുടെ എണ്ണം 448 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14% 448 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അല്ലെ? അങ്ങനെയാണെങ്കിൽ 14% 448 ആണെങ്കിൽ വാട്ട് ഈസ് 100%? അപ്പൊ നമുക്ക് ടോട്ടൽ ടീച്ചേഴ്സിനെ കിട്ടില്ലേ? അല്ലെ? അപ്പൊ നമുക്ക് 100% കണ്ടുപിടിക്കാം. എങ്ങനെയാ 100% കണ്ടുപിടിക്കാം? 14% 448 ആണെങ്കിൽ എത്രയാണ് 100% കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 14% ഓഫ് എക്സ് ആണ് അല്ലെ? 448. സോ അപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 14% വെച്ച് കഴിഞ്ഞാൽ 14/100 ആണ്. അപ്പൊ അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താ വരിക? 448 ഇൻറ്റു 100/14 എന്ന് വരും. 14/100 അപ്പുറത്തേക്ക് പോകുമ്പോൾ 100/14 ആവും. അപ്പൊ 100/14 വെച്ച് നമുക്ക് ചെയ്യാം. അപ്പൊ 448 14 എത്ര പ്രാവശ്യം പോകും നമുക്ക് നോക്കുമ്പോൾ 14 ഇൻറ്റു 3 എത്രയാണ്? 42 ആണ് അല്ലെ? 14 ഇൻറ്റു 3 42. ഓക്കെ. പിന്നെ ബാക്കി 2 ശിഷ്ടം വരും. 44 42 പോയി കഴിഞ്ഞാൽ 2 ശിഷ്ടം 2 8 കൂടി 28. 28/14 എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം പോകും. അങ്ങനെ 32 ഇൻറ്റു 100 3200 ആയിരിക്കും അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ് അല്ലെ? സോ ആ 3200 എന്നുള്ള ഓപ്ഷൻസ് നമ്മൾ നോക്കുമ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതും കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ബി ഓർ ഡി ആണ് ആൻസർ അല്ലെ? 3200ഉം 1392 അല്ലെങ്കിൽ 3200ഉം 1808 ആയിരിക്കും ആൻസർ. സോ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ നമ്പർ ഓഫ് മെയിൽ ടീച്ചേഴ്സ് കണ്ടുപിടിക്കണം അല്ലെ? സോ അത് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പവഴി ഞാൻ ആദ്യം പറഞ്ഞുതരാം. പക്ഷെ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കണ്ടുപിടിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ടോട്ടൽ ടീച്ചേഴ്സിന്റെ എണ്ണം 3200 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇവിടുന്ന് ഇങ്ങനെ എല്ലാം കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് അല്ലെ? അതായത് എല്ലാ കെമിസ്ട്രിയിൽ എത്ര ടീച്ചേഴ്സ് ഉണ്ട്, മാത്തമാറ്റിക്സിൽ എത്ര ടീച്ചേഴ്സ് ഉണ്ട്, സുവോളജിയിൽ എത്ര ടീച്ചേഴ്സ് ഉണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. സോ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്കൊരു മെത്തേഡ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതായത് ഇവിടെ നോക്കൂ, ഫിസിക്സിൽ 9:5 ആണ് ടോട്ടൽ മെയിലും ഫീമെയിലും തമ്മിലുള്ള റേഷ്യോ അല്ലെ? 9:5. ആ 9ഉം 5ഉം കൂടെ കൂട്ടി എത്ര കിട്ടാം? 14 അല്ലേ കിട്ടാം? സോ ടോട്ടൽ 14%നെ 14 ഭാഗമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു അല്ലെ? 14% ആണല്ലോ ഇവിടുത്തെ പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷൻ തന്നിരിക്കുന്നത്. എന്താണ്? 14% ആണ്. അപ്പൊ ആ 14%നെ നമ്മൾ 14 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായിരിക്കും വരിക? 1% ആയിരിക്കും ഓരോ പാർട്ടും. അതിലെ 9 പാർട്ട് മെയിൽസും 5 പാർട്ട് ഫീമെയിൽസും ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽസ് എത്ര പെർസെന്റേജ് ആയിരിക്കും? 9% ആയിരിക്കില്ലേ? ആൻഡ് ഫീമെയിൽസ് എത്ര പെർസെന്റേജ് ആയിരിക്കും? 5% ആയിരിക്കും. ഏതിന്റെ? നമ്മുടെ 3200ന് 9% ആയിരിക്കും അവിടുത്തെ മെയിൽസ്, 5% ആയിരിക്കും ഫീമെയിൽസ്. അപ്പൊ നമുക്കിവിടെ മെയിൽ ടീച്ചേഴ്സിന് മാത്രം മതി അല്ലെ? അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഓരോന്നിനെയും നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. നോക്കൂ, കെമിസ്ട്രി 13% ആണ് ടോട്ടൽ. അതിന് നമ്മൾ 1:7 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ടോട്ടൽ 8 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. 13 8 പാർട്ട് ആക്കുക മീൻസ് 13/8 എന്ന് വരും അല്ലെ? അപ്പൊ 13/8 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരിക? 13/8 നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലെ? 4 8 അല്ലെ? ബാക്കി എത്ര ശിഷ്ടം? 5 ശിഷ്ടം വരും. 50ൽ 8 എത്ര പ്രാവശ്യം പോവും? 50ൽ 8 എത്ര പ്രാവശ്യം പോവാം? 6 പ്രാവശ്യം പോവും. 8 48. ബാക്കി 2 20ൽ 8 എത്ര പ്രാവശ്യം പോവാം? 8 16. ബാക്കി 40 വരും. 40ൽ 5 പ്രാവശ്യം. അങ്ങനെ 1.625 എന്നൊക്കെ കിട്ടും. ആ 1.625 into 1 1.625% ആയിരിക്കും മെയിൽസിന്റെ എണ്ണം. 7 into 1.625 ആയിരിക്കും ഫീമെയിൽസിന്റെ എണ്ണം. ആ രീതിയിൽ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. പക്ഷെ നമുക്കിവിടെ മറ്റു ചോദ്യങ്ങളിലൊക്കെ നമുക്ക് ഇവരുടെ എണ്ണം ചിലപ്പോൾ വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഓരോരുത്തരും ഫിസിക്സിൽ
എത്ര ടോട്ടൽ ടീച്ചേഴ്സ് ഉണ്ട്, അതിൽ മെയിൽസ് എത്ര, ഫീമെയിൽസ് എത്ര, കെമിസ്ട്രിയിൽ എത്ര ടീച്ചേഴ്സ് ഉണ്ട്, ഇതൊന്ന് നമുക്ക് കണ്ടുപിടിച്ചു പോകാം. കുറച്ചും കൂടി എളുപ്പമായിരിക്കും അല്ലേ. അപ്പൊ ഈ 448നെയാണ് നമ്മൾ 9:5 ദാറ്റ് ഈസ് 14 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. നമ്മളിപ്പോ കണ്ടു 448നെ 448 14 വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടാം, 32 കിട്ടുക അല്ലെ. അപ്പോ 32 ഇൻറ്റു, അതായത് 9:5 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയല്ലേ ചെയ്യാം, 9/14 ഇൻറ്റു അവിടെ ടോട്ടൽ എത്രയാണ്, 448 ആണെന്ന് തന്നപ്പോൾ അപ്പൊ 448 വെച്ച് ചെയ്യും അല്ലെ. സോ നമുക്ക് ഇവിടെ എത്ര കിട്ടും, 32 ഇൻറ്റു 9 എന്ന് കിട്ടും. അപ്പൊ 30 ഇൻറ്റു 9 270, 2 ഇൻറ്റു 9 18, 270 കൂടുമ്പോൾ എത്ര കിട്ടാം, 288 മെയിൽസ് അവിടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഫീമെയിൽസിനെയും കൂടെ ഒന്ന് കണ്ടുപിടിച്ച് വെച്ചേക്കാം, കാരണം നമുക്കിനി മറ്റു ചോദ്യങ്ങൾ ചെയ്യാൻ ചിലപ്പോൾ ഫീമെയിൽസിന് വേണ്ടി വരും. 288 മെയിൽസ് അവിടെ ഉണ്ട്. അപ്പൊ 448 288 പോയാൽ 448 മൈനസ് 200 248, 248 88 കൂടെ പോയി കഴിഞ്ഞാൽ എത്ര വരിക, 248 ഒരു 80 പോയി കഴിഞ്ഞാൽ എത്ര വരിക, 248 അല്ലെങ്കിൽ ആദ്യം 8 കളഞ്ഞോളൂ, 240 വരും, വീണ്ടും ഒരു 80 കളയണം, 80 കളഞ്ഞു കഴിഞ്ഞാൽ എത്ര വരിക, 360 എന്ന് വരും അല്ലെ. അപ്പൊ 260 എന്ന് വരും അല്ലെ. 260 എന്തുണ്ടാവും അവിടെ, ഫീമെയിൽസ് ഉണ്ടാവും അല്ലെ, സോറി അല്ല 260 അല്ല വരിക അല്ലെ. ഒന്നുകൂടെ നമുക്ക് നോക്കാം. 9:5 എന്ന് പറയുമ്പോൾ 5 പാർട്ട്. സോ എത്ര, 32 ഇൻറ്റു 5 ആണ് നമ്മൾ ഗുണിക്കേണ്ടത് അല്ലെ. 32 ഇൻറ്റു 5 ഗുണിച്ചാലും മതി, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് 448 288 കുറച്ചാൽ മതി. 448 200 കുറച്ച് 248, 248 എത്ര കുറയ്ക്കണം, ഒരു എത്രയും കൂടെ കുറയ്ക്കണം, 88 കൂടെ കുറയ്ക്കണം അല്ലെ. 248 നമ്മൾ ആദ്യം എന്ത് കുറച്ചു, 80 കുറച്ചു. 248 80 കുറയ്ക്കുമ്പോൾ എത്ര വരിക, 168 വരും. 8 കൂടെ പോയി കഴിഞ്ഞാൽ എത്ര വരിക, 160 എന്ന് വരും. അപ്പൊ 160 ഫീമെയിൽസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക, 160 ഫീമെയിൽസ്. ഇതേപോലെ ഓരോന്നിനെയും നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ 13% ആണ് ടോട്ടൽ. സോ 14% 448 ആണെങ്കിൽ വാട്ട് ഈസ് 1%? 14% 448 ആണെങ്കിൽ 1% എങ്ങനെ കാണും, 1% കാണാൻ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് 448/14 ചെയ്താൽ പോരെ അല്ലേ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സാധനമായതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. 448/14 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ട് 32 ആണ്. 40% 1% കുറച്ച് നമുക്ക് 13% കിട്ടില്ലേ. അപ്പൊ 448 എത്ര കുറയ്ക്കണം, 32 കുറയ്ക്കണം അല്ലെ. അപ്പൊ 448 30 പോയാൽ 418, 18 ഒരു 2 കൂടെ പോയി കഴിഞ്ഞാൽ 416 ആയിരിക്കും കെമിസ്ട്രിയിലെ ടീച്ചേഴ്സിന്റെ അല്ലെ. അതിൽ നമുക്ക് എന്ത് കാണണം, മെയിലിന്റെയും ഫീമെയിലിന്റെയും എണ്ണം കാണണം. സോ 1:7 ആണ്. മെയിലിനെ നമുക്ക് ആദ്യം കാണാം, 416 ഇൻറ്റു 1/8 എന്ന് വരും അല്ലെ. സോ എത്ര പ്രാവശ്യം, 41 5 8, 5 പ്രാവശ്യം 8 40, ബാക്കി 16 2 പ്രാവശ്യം, അങ്ങനെ 52 ഇൻറ്റു 1 52 മെയിൽസ് അവിടെ ഉണ്ട്. ഫീമെയിൽസോ 52 ഇൻറ്റു 7 ചെയ്താൽ മതി അല്ലേ. അത് 416 ഇൻറ്റു 7/8 ആണല്ലോ വരും. 8 നമുക്കറിയാം, 52 പ്രാവശ്യം പോയി, 52 ഇൻറ്റു 7, 50 ഇൻറ്റു 7 350, 2 ഇൻറ്റു 7 14, അങ്ങനെ 350 14 കൂടെ കൂട്ടിയാൽ 364 ആരും ഉണ്ടാവും, നമ്മൾ ഫീമെയിൽസും ഉണ്ടാവും അല്ലെ. ഇനി 14% 448 ആണ് ക്വസ്റ്റൻ തന്നത്. അപ്പൊ വാട്ട് ഈസ് 21%? 21% എത്രയായിരിക്കും, 14% 448 ആണെങ്കിൽ 14 പ്ലസ് 7 അല്ലേ, നമുക്ക് എത്ര 21% എന്ന് പറയുമ്പോൾ, അപ്പൊ 14% 448 ആണെങ്കിൽ ആ 14%-നോടൊപ്പം 7% കൂടി കൂട്ടിയാൽ നമുക്ക് ആൻസർ ആയി. 14% 448 ആണെങ്കിൽ വാട്ട് ഈസ് 7%? എത്രയായിരിക്കും 7% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 448ന്റെ പകുതി അല്ലെ. അപ്പൊ എത്ര വരിക, 224 എന്ന് വരും അല്ലെ. അപ്പൊ രണ്ടും കൂടെ കൂട്ടുമ്പോഴോ 8 4 12, ബാക്കി 1 4 2 6 1 7 അല്ലെ, 7 4 2 6 അല്ലെ. ഇപ്പോൾ 672 ആയിരിക്കും അവിടുത്തെ ടോട്ടൽ കുട്ടികളുടെ എണ്ണം. 672. ആ 672 3:4 ആണ് മെയിൽ ടു ഫീമെയിൽ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, 672 ഇൻറ്റു 3/7 ആയിരിക്കും മെയിൽ ടു ഫീമെയിൽ റേഷ്യോ അല്ലെ. അല്ലെ, മെയിലിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ 3/7 ചെയ്യും അല്ലെ. അപ്പൊ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. 7 672 7 എത്ര പ്രാവശ്യം പോവും, 9 63, ബാക്കി 42 6 പ്രാവശ്യം, അങ്ങനെ 96 ഇൻറ്റു 3 കിട്ടും അല്ലേ. 96 ഇൻറ്റു 3 പറഞ്ഞാൽ 100 ഇൻറ്റു 3 300 ആണ്. ഒരു 4 ഇൻറ്റു 3 കുറച്ചാൽ പോരായിന്ന്, കാരണം 96 100 96 തമ്മിലുള്ള ഡിഫറൻസ് 4 ആണ്. സോ 4 ഇൻറ്റു 3 12 കുറച്ചാണ്, 300 മൈനസ് 12 കുറച്ചാൽ 300 10 പോയാൽ 290, 290 2 പോയി കഴിഞ്ഞാൽ 288 അല്ലെ. അപ്പൊ 288 ആണ് മെയിൽസിന്റെ എണ്ണം. ഫീമെയിൽസിന്റെ എണ്ണം കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, 672 ഇൻറ്റു 4/7 ചെയ്യേണ്ടി വരും. സോ 96 ഇൻറ്റു 4 കിട്ടും, 100 ഇൻറ്റു 4 എത്രയാണ്, 400 ആണ്. 4 ഇൻറ്റു 4 16, അപ്പൊ 400 14 കുറച്ച് 400 10 പോയാൽ 390 അല്ലെ. എത്ര കുറയ്ക്കണം, യെസ് 16 കുറയ്ക്കണം അല്ലെ. അപ്പൊ 100 ഇൻറ്റു 4
400 400 10 പോയ 390 390 6 പോയി കഴിഞ്ഞാൽ 384 അല്ലെ. അപ്പൊ അങ്ങനെ 384 എന്ന് നമുക്ക് ഇവിടെ കിട്ടി. ഇനി അടുത്ത 22% കാണും. സോ ഓൾറെഡി 21% നമ്മൾ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. 21% എത്രയാണ്? 672 ആണ്. അപ്പൊ അതിനോടൊപ്പം ഒരു 1% കൂട്ടിയാൽ പോരെ. 1% എത്രയാണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? 32 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ 672-നൊപ്പം 32 കൂട്ടാം. എത്ര കിട്ടാ? 2 2 4 7 3 ബാക്കി 1 6 1 7 704 എന്ന് നമുക്ക് കിട്ടും. ആ 704-നെ 7 + 9 16 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 704 ഇൻറ്റു അല്ലെ എത്ര വരാം? 7/16 ആയിരിക്കും മെയിൽസിന്റെ എണ്ണം. അപ്പൊ 16 704 എത്ര പ്രാവശ്യം പോകും നോക്കുമ്പോൾ നമുക്ക് എത്ര പ്രാവശ്യം പോകും? 4 അല്ലെ 4. കാരണം 16 × 4 64 ആണ്. 64-ന്ന് 70 64 പോയാൽ 6 കിട്ടും. 64 വീണ്ടും 4 പ്രാവശ്യം. അങ്ങനെ 44 × 7 40 × 7 280 7 × 4 28 280 28 കൂടെ കൂട്ടിയാൽ 280 20 300 300 8 308. ഓക്കെ, അപ്പൊ 308 ഈസ്റ്റു അടുത്ത് എന്താ വരിക? 9 എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ 44 × 9 ഗുണിച്ചാൽ പോരെ. 40 × 9 എത്രയാണ്? 360. 4 × 9 36. 360 36 കൂടെ കൂട്ടിയാൽ 396 എന്ന് കിട്ടും. ഓക്കെ, സോ അടുത്ത 18% കാണണം. 18% ഒന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെ നമ്മൾ കാണാം? 14% നമുക്കറിയാം അല്ലെ. 14%-നൊപ്പം 4% കൂട്ടിയാൽ 18% കിട്ടും. അല്ലെങ്കിൽ 20%-ന്ന് 2% കുറച്ചാൽ 18% കിട്ടും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സോ നമുക്ക് 14%-നൊപ്പം 4% കൂട്ടും. 14% 448 എന്ന് പറഞ്ഞു. ആൻഡ് 1% എത്രയാണ്? 32 പറഞ്ഞു. അപ്പൊ 4% എത്രയായിരിക്കും? 32 × 4 അല്ലെ. 30 × 4 120. 2 × 4 8. അങ്ങനെ 128 ആയിരിക്കും. എത്ര ശതമാനം? നമ്മുടെ 18% എന്ന് പറയുന്നത്. സോ 4%-ആണ് 128. അപ്പൊ നമ്മൾ 18% കാണാൻ വേണ്ടിയിട്ട് രണ്ടും കൂടെ കൂട്ടും. 8 8 16 അല്ലെ. ബാക്കി 1 4 2 6 1 7 4 1 5 576 എന്ന് കിട്ടും. സോ 576 പേരാണ് ടോട്ടൽ അവിടെ ഉണ്ടാവുക. ആ 576-നെ നമ്മൾ 5:3 അല്ലെ അങ്ങനെ ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ മെയിൽസിന്റെ എണ്ണം എത്രയായിരിക്കും? 576 ഡിവൈഡഡ് ബൈ അല്ലെ അല്ലെങ്കിൽ ഇൻറ്റു എത്രയാണ്? 5/8 ആയിരിക്കും വരിക അല്ലെ. അപ്പൊ നമുക്കറിയാം 57 8 എത്ര പ്രാവശ്യം പോവും? 7 8 56 അല്ലെ. 7 8 56 ബാക്കി 1 ശേഷം 16 2 പ്രാവശ്യം അങ്ങനെ 72 × 5 70 × 5 350 2 × 5 10 360 എന്ന് വരും. സോ 360 ആയിരിക്കും അവിടുത്തെ. 360 ആണെങ്കിൽ വാട്ട് ഈസ് 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 72 × 3 70 × 3 200 2 × 3 6 അല്ലെ. 216 ആയിരിക്കും ഇവിടുത്തെ സംഖ്യ. സോ 216 എഴുതി. അടുത്ത 12% ആണ് ടോട്ടൽ സംഭവം അല്ലെ. അപ്പൊ 12% എന്ന് പറയുമ്പോൾ നമുക്കറിയാം 12% എന്ന് പറയുമ്പോൾ നമുക്ക് 13%-ന് 1% കുറച്ചാൽ പറയും. 13% നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ 416 ആണെന്ന്. അപ്പൊ ആ 416-ന്ന് അല്ലെ ഇതെവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. 13% 416 ആണ്. സോ 416-ന്ന് 1% കുറച്ചാൽ 2 കുറച്ചാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും 12% അല്ലെ. അപ്പൊ 6-ന്ന് 2 പോയാൽ 4 ആൻഡ് 8 അല്ലെ 384 എന്ന് നമുക്ക് കിട്ടും. സോ 384 ആയിരിക്കും 12% അല്ലെ. 384 ആണല്ലോ. ആ 384 നമ്മൾ എത്ര പാർട്ടാക്കിയിട്ടാണ്? 4 പാർട്ടായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിൽ ഒരു പാർട്ടാണ് മെയിൽസിന്റെ എണ്ണം. സോ 384 × 1/4. ഇത്രയൊന്നും നമ്മൾ കുറെ ചെയ്ത് വെക്കണം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റെല്ലാ ചോദ്യങ്ങളും എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആദ്യം നമ്മൾ കുറച്ച് മെനക്കെടുന്ന ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ടാണോ ഇത്രയും മെനക്കെടുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തു വെക്കുന്നത്. അപ്പൊ 384 × 1/4 അപ്പൊ എത്ര വരിക? 384 × 1/4 എന്ന് പറയുമ്പോൾ 38-ല് 4 9 പ്രാവശ്യം അല്ലെ. 9 4 36 ബാക്കി എത്ര ഉണ്ടാവും ശേഷം? 2 24 6 പ്രാവശ്യം അങ്ങനെ 96 × 1 96 എന്ന മെയിൽസിന്റെ എണ്ണവും അല്ലെ. അപ്പൊ 96 എന്ന മെയിൽസിന്റെ എണ്ണവും ഈസ്റ്റു ആൻഡ് ഫീമെയിൽസിന്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ എന്ത് ചെയ്യണം? 96 × 3 ഗുണിക്കണം. 90 × 3 270 6 × 3 18 270 18 കൂട്ടാം 288 ആയിരിക്കും അവിടുത്തെ ഫീമെയിൽസിന്റെ എണ്ണം. അപ്പൊ നമുക്ക് ഇനി എന്താ വേണ്ടത്? ടോട്ടൽ നമ്പർ ഓഫ് മെയിൽ ടീച്ചേഴ്സ് അല്ലേ വേണ്ടത്. സോ ടോട്ടൽ നമ്പർ ഓഫ് മെയിൽ ടീച്ചേഴ്സ് നമുക്കൊന്ന് കൂട്ടി നോക്കാം. എന്താ ചെയ്യേണ്ടത്? ലാസ്റ്റത്തെ മെയിൽ ടീച്ചേഴ്സിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 8 2 10 8 18 18 8 26 26 6 32 അവിടെ വെച്ച് നമുക്ക് ആൻസർ അറിയാം. 32 എന്ന് പറയുമ്പോൾ നോക്കൂ അവസാനം 2 വരുന്നത് ഒരൊറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ. 3200 and 1392 ഇവിടെ അവസാനത്തെ ഡിജിറ്റ് 8 ആണ് അല്ലെ. സോ നമുക്ക് ഉറപ്പായി എത്രയാണ്? 3200 1392 ആയിരിക്കും ആൻസർ. ഇതുമല്ല എന്നുള്ളത് ക്ലിയർ ആയി അല്ലെ. സോ വേണമെങ്കിൽ ഒന്ന് കൂട്ടി നോക്കാം. 2 വന്നു അല്ലെ. എത്ര വന്ന്? 8 2 10 18 26 26 6 32 ബാക്കി 3 ശിഷ്ടം 9 3 12 12 6 18 18 8 26 26 5 31 8 39-ന് 9
ബാക്കി 3 ശിഷ്ടം അല്ലെ 3 3 6 6 3 9 9 2 11 11 2 13 അങ്ങനെ 1392 മെയിൽസ് ആയിരിക്കും ക്ലിയർ ആണല്ലോ. ഇത് എന്തിനു ചെയ്തു വെച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഇനി എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് കൊണ്ടാണ് നമ്മളിത് ചെയ്തു വെച്ചത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. എന്താ വേണ്ടേ? നമ്പർ ഓഫ് ഫീമെയിൽ ടീച്ചേഴ്സ് ഇസ് മോർ ദാൻ 300 in exactly days subjects. 300 കൂടുതൽ എത്ര ഫീമെയിൽ ടീച്ചേഴ്സ്, എത്ര സ്ഥലത്ത് ഫീമെയിൽ ടീച്ചേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തെടുക്കാം. 300 കൂടുതൽ നോക്കൂ, എവിടെയൊക്കെയുള്ള ആദ്യത്തിൽ 160 ഉള്ളൂ, ഇവിടെ 324, 384 2 396 3 സ്ഥലത്താണുള്ളത്. സോ നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടി. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് വരണ്ടേ. ഇവിടെ നോക്കൂ, അതിന്റെ ഒന്നും ആവശ്യമില്ല, 3 സ്ഥലത്താണ് 300 കൂടുതൽ ഫീമെയിൽ ടീച്ചേഴ്സ് ഉള്ളത്. സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യനോ, number of teachers both male and female in Hindi is approximately dash percentage less than total number of female teachers in mathematics and chemistry together. അപ്പൊ നമുക്ക് ഹിന്ദിയിലെ എന്ത് കാണണം? ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സിനെ കാണണം. സോ ഹിന്ദിയിലെ ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ് എത്രയാണ്? 384 ആണ് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം അതൊന്ന് എഴുതി വെച്ചു. 384 ആണ് ഹിന്ദിയിലെ ടീച്ചേഴ്സിന്റെ എണ്ണം അല്ലെ. നമ്മൾ നേരത്തെ എല്ലാം കണക്കൂട്ടി വെച്ചിട്ടുള്ളത് കൊണ്ട് ഇത് ഭയങ്കര എളുപ്പമായിരിക്കും. ഹിന്ദിയിലെ ടീച്ചേഴ്സിന്റെ എണ്ണം 384 ആണ്. ഓക്കെ, ദെൻ നമുക്ക് എന്താ വേണ്ടേ? ടോട്ടൽ നമ്പർ ഓഫ് ഫീമെയിൽ ടീച്ചേഴ്സ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് കെമിസ്ട്രി ടുഗദർ. മാത്തമാറ്റിക്സിലും കെമിസ്ട്രിയിലും കൂടെയുള്ള ഫീമെയിൽ ടീച്ചേഴ്സിന്റെ എണ്ണം. മാത്തമാറ്റിക്സിൽ 384 അല്ലെ. ആൻഡ് കെമിസ്ട്രിയിലോ? കെമിസ്ട്രിയിൽ നമുക്കറിയാം 364 ആണ്. അപ്പൊ 384 364 എന്നുള്ള ലെവൽ എടുക്കാം. ഓക്കെ, 354 364 കൂടെ കൂട്ടി എത്ര കിട്ടാം? 384 364 അല്ലെ. സോ 384 364 കൂട്ടി നോക്കാം നമുക്ക്. സോ 384 പ്ലസ് 364 അല്ലെ. സോ എത്ര വരിക? 4 4 8 8 6 14 അല്ലെ. ബാക്കി 1 ശിഷ്ടം 3 3 6 1 748. സോ ടോട്ടൽ എത്ര ഫീമെയിൽ ടീച്ചേഴ്സ് ഉണ്ടാവാം? 748 ഫീമെയിൽ ടീച്ചേഴ്സ് ആയിരിക്കും മാത്സിലും കെമിസ്ട്രിയിലും കൂടെ ഒന്നിച്ചുണ്ടാവാം അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഇൻ ഹിന്ദി ഇസ് അപ്രോക്സിമേറ്റ്ലി ഡേഷ് പെർസെന്റേജ് ലെസ് ദാൻ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? കുറവുണ്ട് നോക്കാം അല്ലെ. അപ്പൊ എത്രയായിരിക്കും? 748 384 പോയാൽ 364 ആയിരിക്കില്ലേ? കാരണം ഹിന്ദിയിലെ ടീച്ചേഴ്സിന്റെ എണ്ണവും പിന്നെ എനിക്ക് തോന്നുന്നു മാത്തമാറ്റിക്സിലെ ടീച്ചേഴ്സിന്റെ ഫീമെയിൽ ടീച്ചേഴ്സിന്റെ എണ്ണവും സെയിം ആണ്. സോ അത് കുറയ്ക്കുമ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക? 364 ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ 364 ഡിവൈഡഡ് ബൈ എത്രയാണ്? 748 ഇൻറ്റു 100 എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലെ. ഇപ്പൊ 364 748 ഇൻറ്റു 100 ആണ് നമ്മൾ ചെയ്യേണ്ടത്. സോ നമ്മൾ ഇനി ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ 748ന്റെ പകുതി എത്രയായിരിക്കും? 700ന്റെ പകുതി 350 ആയിരിക്കും. 48ന്റെ പകുതി 24 ആയിരിക്കും. അപ്പൊ 350 24 കൂടെ കൂട്ടിയാൽ 374 ആയിരിക്കും നമ്മുടെ 50% എന്ന് പറയുന്ന സ്ഥലം. സോ ഓട്ടോമാറ്റിക്കലി 51.44% അല്ല എന്ന് നമുക്കറിയാം. പിന്നെ ഈ 374 വലിയ ഡിഫറൻസ് ഒന്നും എന്തിനില്ല? 364 ഇല്ല അല്ലെ. അപ്പൊ പിന്നെ നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല. 374 കുറച്ച് ഡിഫറൻസ് അല്ലേ ഉള്ളൂ അല്ലെ. 10% ഡിഫറൻസ് ഉള്ളൂ. സോ ഇതിന്റെ 1% പറയുമ്പോൾ തന്നെ 7 പോയിന്റ് സംതിങ് ഒക്കെ ആണ് അല്ലെ. അപ്പൊ ആ 10 ഡിഫറൻസ് എന്നൊക്കെ പറയുന്നത് വളരെ കുറവായിട്ടുള്ള ഒരു സാധനമായിരിക്കും. സോ അതുകൊണ്ട് തന്നെ 48.66 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. 48.66% ലെസ് ദാൻ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. What is the ratio between the total number of teachers, both male and female, in zoology and the total number of male teachers in chemistry and education together എന്നുള്ളതാണ് ചോദ്യം. സോ നമ്മൾ ചെയ്യേണ്ടതാണ് ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ സുവോളജി. സുവോളജിയിലെ ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ് നമുക്ക് എടുക്കണം. സോ ആദ്യം നമുക്ക് അത് കണ്ടുപിടിച്ചിട്ട് വരാം. സുവോളജിയിലെ ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ് എത്രയാണ്? 704 ആണ് അല്ലെ. സുവോളജിയിലെ ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് 704 പേരാണ് സുവോളജിയിലെ ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ്. സോ സുവോളജിയിലെ ടീച്ചേഴ്സിനെ നമ്മളിവിടെ എഴുതാണ് 704. സോ ഇനിയോ എന്താ പറഞ്ഞിരിക്കുന്നത്? And the total number of male teachers in chemistry and education together. കെമിസ്ട്രിയിലും എഡ്യൂക്കേഷനിലും വരുന്ന മെയിൽ ടീച്ചേഴ്സിന്റെ എണ്ണം എത്ര എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. കെമിസ്ട്രിയിലെയും എഡ്യൂക്കേഷനിലെ മെയിൽ ടീച്ചേഴ്സ് നമുക്ക് കാണാം. കെമിസ്ട്രി ആൻഡ് എഡ്യൂക്കേഷൻ അല്ലെ. കെമിസ്ട്രിയിൽ 52 പേരും 360 പേര് എഡ്യൂക്കേഷനിലും. അപ്പൊ 360 52 കൂട്ടുമ്പോൾ എത്ര കിട്ടാം? 360 40 400 ഒരു 12 കൂടെ കൂടുമ്പോൾ 412 എന്ന് കിട്ടും അല്ലെ. സോ അപ്പൊ 412 704:412 ആണ് നമ്മൾ കാണേണ്ടത്. 704:412 എന്ന് പറയുമ്പോൾ 4 അല്ലേ ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് അല്ലെ. റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഇപ്പൊ 176:103 51:41 അല്ലെങ്കിൽ 101:83 അല്ലെങ്കിൽ 71:59 ആണ്. സോ ഇതിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 704 412 എന്ത് കോമൺ ആയിട്ട് പോകും? 4 പോകും അല്ലെ. ലാസ്റ്റ് 2 ഡിജിറ്റിൽ 4 പോവെങ്കിൽ ആ സംഖ്യയിൽ മൊത്തം 4 പോവും അല്ലെ. അപ്പൊ 0 4 4 പോകും, 12 4 പോകും. 704 4 7 4 ഒരു പ്രാവശ്യം, ഒരു 4 4 ബാക്കി 3 ശിഷ്ടം 30 എത്ര പ്രാവശ്യം പോവും? 7 4 28 ബാക്കി 24 എത്ര പ്രാവശ്യം പോവാ? 6 പ്രാവശ്യം. അങ്ങനെ 176 കിട്ടി. 412 എന്ന് പറയുമ്പോൾ
4 4 പ്രാവശ്യം, 1 പോവില്ല, 0, 12 3 പ്രാവശ്യം, അങ്ങനെ 176:103 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. ക്ലിയർ ആണല്ലോ? മൂവിങ്. അടുത്ത ചോദ്യം എന്താ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോട്ടൽ നമ്പർ ഓഫ് ഫീമെയിൽ ടീച്ചേഴ്സ് ആൻഡ് മെയിൽ ടീച്ചേഴ്സ് ഇൻ ദ യൂണിവേഴ്സിറ്റി? അല്ലെ, യൂണിവേഴ്സിറ്റിയിലെ മെയിൽ ടീച്ചേഴ്സും ഫീമെയിൽ ടീച്ചേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എത്ര എന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. അല്ലെ, സോ അത് കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മൾ ഓൾറെഡി മെയിൽ ടീച്ചേഴ്സിനെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 1392. അല്ലെ, സോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കി ടീച്ചേഴ്സ് എത്രയായിരിക്കും? 1392 ആണ് മെയിൽ ടീച്ചേഴ്സ്. അല്ലെ, 1392 ആണ് മെയിൽ ടീച്ചേഴ്സ്. ടോട്ടൽ ടീച്ചേഴ്സിന്റെ എണ്ണം എത്രയായിരുന്നു? 3200 അല്ലായിരുന്നോ? അല്ലെ, ടോട്ടൽ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് 3200. അല്ലെ, സോ 3200 ടോട്ടൽ ടീച്ചേഴ്സ്, അതിൽ 1392 മെയിൽ ടീച്ചേഴ്സ് ആണെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ ഫീമെയിൽ ടീച്ചേഴ്സ് ആയിരിക്കുമല്ലോ. അപ്പൊ ഫീമെയിൽ ടീച്ചേഴ്സ് എത്രയായിരിക്കും? യെസ്, അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 3200 1392 കുറച്ചാൽ മതി. അപ്പൊ എത്ര കിട്ടാം? 0 2 പോവില്ല, 8 2 10. അല്ലെ, ബാക്കി നമ്മൾ ഇവിടെ നിന്ന് കടമെടുത്തിട്ടാണ് ചെയ്തത്. ഇവിടെ 1 ആയി, ഇവിടെ 9 ആയി. 9 9 പോയപ്പോ 0, 1 3 പോവില്ല. അപ്പൊ നമ്മൾ എവിടെ നിന്ന് കടമെടുക്കണം? 3 കടമെടുക്കണം. അല്ലെ, ഇവിടെ 2 ആയി, 11 ആയി, 11 3 പോയാ 8, 2 1 പോയാ 1, 1808 ആണ്. അപ്പൊ ഈ 1808ഉം 1392 തമ്മിലുള്ള ഡിഫറൻസ് കാണാന്നുള്ളതാണ് അടുത്ത. 8 2 പോയ 6. ഈ സാധനം കിട്ടുമ്പോൾ തന്നെ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം 416 ആണെന്ന്. ബാക്കി ചെയ്യണമെന്നില്ല, എന്നാലും ഇവിടെ 0 9 പോവില്ല, അപ്പൊ ഇവിടെ 7 ആണ്. അല്ലെ, അപ്പൊ ഇവിടെ 10 9 പോയ 1, 7 3 പോയ 4. സോ ദ ആൻസർ ഈസ് 416. ക്ലിയർ? യെസ്. അപ്പൊ നോക്കൂ, ആദ്യത്തെ ആ ഒരു സമയത്ത് നമ്മൾ കുറച്ച് റിസ്ക് എടുത്തെങ്കിലും, കുറച്ച് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയെങ്കിലും ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലേ? ഇത്രേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പൊ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ച് മെനക്കെട്ടാലും കുഴപ്പമില്ല. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും അടിപൊളിയായിട്ട് ചെയ്യണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ മുഴുവനായി സോൾവ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതെല്ലാം വേണ്ടി വരുമോ എന്നുള്ളത് ക്വസ്റ്റ്യൻ മൊത്തത്തിൽ ഒന്ന് വായിച്ചു നോക്കുമ്പോഴാണ് നമുക്ക് കിട്ടുക. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? -7 -5 -1 7 23. അല്ലെ, ഇങ്ങനെ പോകുന്നു. സോ അപ്പൊ നമുക്ക് നോക്കാം. -7ഉം -5ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? +2 ആണ്. അല്ലെ, -5 -1 ആവണമെങ്കിൽ +4 വരണം. -1 7 ആവണമെങ്കിലോ +8 വരണം. അല്ലെ, 7 23 ആവണമെങ്കിലോ +16 വരണം. സോ +2 +4 +8 +16. സോ നോക്കൂ, ഇരട്ടി 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 വെച്ചാ കൂടി പോകുന്നു. അല്ലെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ഡിഫറൻസ് എത്രയായിരിക്കും? +32 ആയിരിക്കും. സോ 23 32 കൂട്ടുമ്പോ എത്ര കിട്ടാ? 55. സിമ്പിൾ. സ്കൂളിനെ നമ്മൾ 72 എന്ന് കോഡ് ചെയ്തിരിക്കുന്നു. ഹൗ വിൽ ദ കോളേജ് എങ്ങനെയായിരിക്കും കോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സാധനത്തിന് നമുക്ക് ഈ പറഞ്ഞ പോലെ കോഡിംഗ് ഡീകോഡിംഗ് വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു പണി എ മുതൽ എം വരെ ആദ്യം ഒന്ന് എഴുതി വെക്കുക എന്നുള്ളതാണ്. ABCDEFG. അല്ലെ, അങ്ങനെ ജസ്റ്റ് നമുക്ക് നമ്മുടെ ഷീറ്റ് കിട്ടുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. JKLM വരെ മതി. എന്നിട്ട് എമ്മിന് താഴെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് NOP അങ്ങനെ എഴുതി വെക്കുക. ഓക്കെ, QRSTUVWXYZ എന്ന് എഴുതാം. ഓക്കെ, then ഇതിന് മുകളിലായിട്ട് അതിന്റെ നമ്പേഴ്സ് കറസ്പോണ്ടിങ് പൊസിഷൻസും കൂടെ ഒന്ന് എഴുതാം. C മൂന്നാമത്താണ്, D നാലാമത്താണ്, E അഞ്ചാമത്തതാണ്, ആറാമത്താണ്. കോഡിംഗ് ഡീകോഡിംഗ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ചിലപ്പോ നമുക്ക് ഈ പറഞ്ഞ പോലെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എണ്ണി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നതുകൊണ്ട് നമ്മൾ ഈ സാധനം എഴുതി വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഓക്കെ, സോ 15 16 അല്ലെ, 17 18 19 20 21 അല്ലെ, 22 20 23 24 25 26 എവിടെയോ നമ്പർ തെറ്റിയിട്ടുണ്ടല്ലോ. 1 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ, 13 മുതൽ എണ്ണിപ്പോയി അല്ലേ. 13 14 15 16 17 18 ഇവിടെ 19 ആണ് അല്ലേ. 20 21 22 23 24 25 and 26 അല്ലെ. അപ്പൊ ഇങ്ങനെ എഴുതി വെച്ചു. ഇനി നിങ്ങൾ നോക്കൂ, സ്കൂൾ എസ് എത്രാമത്തെ ലെറ്റർ ശരിക്കും പറഞ്ഞാൽ 19th ലെറ്റർ ആണ് അല്ലെ. ജസ്റ്റ് ഒന്ന് അവരുടെ പൊസിഷൻസ് ഒന്ന് കൂട്ടി നോക്കാം കേട്ടോ, അതാണോ എന്നുള്ളത്. സി എത്രാമത്തെയാ? മൂന്നാമത്തെയാണ് അല്ലെ. എച്ച് എത്രാമത്തെയാ? എച്ച് എട്ടാമത്തെയാണ്. ആൻഡ് ഒ എത്രാമത്തെ നോക്കൂ, ഒ 15ാമത്തെയാണ് അല്ലെ. അടുത്ത ഒയും 15 തന്നെയാണ്. എൽ എത്രാമത്തെയാണ്? 12ാമത്തെയാണ് അല്ലെ. സോ അപ്പൊ 15 15 30 30 12 42 42 8 50 50 3 53 53 19 കൂട്ടി എത്ര കിട്ടാം? 53 19 53 20 കൂട്ടി 73 ആണ്. 53 19 കൂട്ടി എത്ര കിട്ടാം? 72 തന്നെ കിട്ടാം അല്ലെ. അപ്പൊ ശരിക്കും എന്താണ് അവരുടെ
എത്രാമത്തെ പൊസിഷനിലാണോ ലെറ്റേഴ്സ് ഉള്ളത് ആ പൊസിഷൻസ് എല്ലാം കൂടെ കൂട്ടിയാൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും നമുക്ക് വേണ്ടത്. കോളേജിൽ നോക്കൂ, സി എത്രാമത്തെയാ? സി മൂന്നാമത്തെയാണ് അല്ലെ. ഓ എത്രാമത്തെയാ? ഓ എന്ന് പറയുന്നത് 15ാമത്തെയാണ്. സോ അടുത്തത് രണ്ട് എല്ല് വരുന്നുണ്ട് അല്ലെ. എൽ 12ാമത്തെയാണ്. സോ 12+12 ഈ 5ാമത്തെയാണ് അല്ലെ. ജി എത്രാമത്തെയാ? ജി 7ാമത്തെയാണ്. ഈ 5ാമത്തെയാണ്. സോ ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കൂ. 3ഉം 15ഉം 18, 18ഉം 12 30, 30ഉം 12 42, 42 5 47, 47 7 54, 54 5ഉം 59 ആയിരിക്കും ആൻസർ. സിമ്പിൾ. കണ്ടോ? അപ്പൊ ഈ സാധനം എഴുതി വെച്ചാലേ നമുക്കിത് പെട്ടെന്ന് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. സോ എപ്പോഴും നമുക്ക് റഫ് ഷീറ്റ് കിട്ടുന്ന സമയത്ത് ഏറ്റവും ആദ്യത്തെ പണി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എ മുതൽ സെഡ് വരെ ഒന്നുകിൽ നേരത്തെ എഴുതി വെക്കുക, അല്ലെങ്കിൽ എ മുതൽ എം വരെ എഴുതിയിട്ട് അതിനെ തിരിച്ചു താഴേക്ക് എഴുതുക. അതായത് റിവേഴ്സ് കോഡിംഗ് ചിലപ്പോൾ ചോദിക്കും. എന് താഴെ സെഡ്, ബിക്ക് താഴെ വൈ, എക്സിന് താഴെ സി, ആ ഒരു ലെവലിലുള്ള കോഡിങ്ങും ചിലപ്പോൾ ചോദിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എ മുതൽ സെഡ് വരെ നിരത്തി എഴുതി അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് എ മുതൽ സെഡ് വരെ താഴെ ഇങ്ങോട്ട് തിരിച്ചെഴുതിയാൽ മതി. എന്നിട്ട് അതിന്റെ പൊസിഷൻസ് മുകളിൽ എഴുതി വെച്ചാൽ മതി. അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ ആണല്ലോ? യെസ്. മൂവിങ്. അടുത്തെന്താ? Given are two numbers whose ratio is 7:3. If 2 is added to each of them, the ratio becomes 2:1. What is the sum of these two numbers എന്നുള്ളതാണ് ചോദ്യം അല്ലെ. അപ്പൊ രണ്ട് നമ്പേഴ്സ് ഉണ്ട്, അതിന്റെ റേഷ്യോ 7:3 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കും? ആദ്യത്തെ നമ്പറിനെ 7x ആയിട്ടും രണ്ടാമത്തെ നമ്പറിനെ നമ്മൾ എന്തായിട്ട് എടുക്കും? 3x ആയിട്ട് എടുക്കും അല്ലെ. അപ്പൊ സം എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര കണ്ടുപിടിച്ചാൽ മതി? 7x + 3x 10x കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ. സോ 10x ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഇനി നമ്മൾ എന്താണ് ആ എക്സിന്റെ വാല്യൂ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവരിലേക്ക് 2 അടിത് കഴിഞ്ഞാൽ 7x + 2 ഡിവൈഡഡ് ബൈ 3x + 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേഷ്യോ എത്രയാവുന്ന പറഞ്ഞ? 2:1, ദാറ്റ് ഈസ് 2/1 ആവുന്ന പറഞ്ഞത്. അപ്പൊ ഇതിനൊന്ന് ക്രോസ് ചെയ്ത് നോക്കൂ. ഈ 1 ഇങ്ങോട്ടും പോരട്ടെ, ഈ 3x + 2 അങ്ങോട്ടും പോരട്ടെ കേട്ടോ. അപ്പൊ എന്താ വരിക? 7x + 2 × 1 എന്ന് പറയുമ്പോൾ 7x + 2 തന്നെ കിട്ടും. ഈക്വൽ ടു 3x + 2 × 2 എന്ന് പറയുമ്പോൾ നമ്മൾ 2 × 3x + 2 എന്ന് വരും. എന്നിട്ട് ഇതിനെ ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ വരിക? 2 × 3x 6x, 2 × 2 +4 എന്ന് കിട്ടും. അപ്പൊ 7x + 2 ഈക്വൽ ടു 6x + 4 എന്ന് കിട്ടും. സോ ഈ 6x ഇങ്ങോട്ടും പോരട്ടെ, ഈ 2 അങ്ങോട്ടും പോരട്ടെ. അപ്പൊ എന്താ കിട്ടുക? 7x - 6x എന്ന് പറയുമ്പോൾ x കിട്ടും. ആൻഡ് 4 - 2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 2 എന്ന് കിട്ടി. അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? 2. അങ്ങനെയാണെങ്കിൽ എന്റെ സം എന്ന് പറയുമ്പോൾ 10x എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 10 × 2 20 ആയിരിക്കും അവിടുത്തെ ആൻസർ. സിമ്പിൾ അല്ലേ? യെസ്. അടുത്തെന്താ? എ ക്യാൻ ഡു 1/3 ഓഫ് എ വർക്ക് ഇൻ 4 days. അങ്ങനെയാണെങ്കിൽ ഒരു വർക്കിന്റെ 1/3 ഭാഗം 4 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എക്ക് ടോട്ടൽ വർക്ക് എത്ര ദിവസം കൊണ്ടായിരിക്കും ചെയ്യാൻ പറ്റാം? അത് കണ്ടുപിടിക്കാൻ ഇത്ര മാത്രമേ ഉള്ളൂ. 1/3 ഓഫ് എ വർക്ക് ഇൻ 4 days എന്ന് പറയുമ്പോൾ അവർക്ക് ടോട്ടൽ ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കാൻ 4 × 3/1 ചെയ്താൽ മതി. ഓക്കെ. 4 × 3/1 എന്ന് പറയുമ്പോൾ എത്ര കിട്ടുക? 12 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ. സോ അതായത് 1/3 വർക്ക് ഇത്ര ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ അതിനെ തിരിച്ചിട്ട് ഗുണിക്കാം. 4 × 3/1. സോ 12 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിക്കോ? പി ക്യാൻ ഡു 3/4 ഓഫ് ദ വർക്ക് ഇൻ 15 days എന്ന് പറയുമ്പോൾ അപ്പൊ എത്രയാണ്? 15 × 4/3 days കൊണ്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. 3 15 5 പ്രാവശ്യം. സോ 5 × 4 20 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. അങ്ങനെയാണെങ്കിൽ ദേ വിൽ കംപ്ലീറ്റ് ദ ഹോൾ വർക്ക് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ വർക്ക് എത്ര ദിവസം കൊണ്ട് കഴിയും എന്നുള്ളത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ ആള് A ദിവസം കൊണ്ടും രണ്ടാമത്തെ ആള് B ദിവസം കൊണ്ടും കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ AB ഡിവൈഡഡ് ബൈ A + B ചെയ്താൽ മതി. ഓക്കെ. സോ ഇപ്പൊ AB എത്രയാ? A 12 ആണ്, B 20 ആണ്. സോ ഇപ്പൊ 12 × 20 ഡിവൈഡഡ് ബൈ 12 + 20 എത്ര കിട്ടും? 32 എന്ന് വരും. സോ ഇതിൽ ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യാം. 32ഉം 20ഉം എന്തിൽ പോവും? 4 പോവും അല്ലെ. 32 4 8 പ്രാവശ്യം, 20 4 5 പ്രാവശ്യം. സോ 8ഉം 12ഉം വീണ്ടും 4 പോവും. 12 4 3 പ്രാവശ്യം, 8 4 എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം പോളൂ അല്ലെ. അപ്പൊ 3 × 5 15/2. 15/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ 7.5 അല്ലേ. 7ന്റെ 15ന്റെ പകുതി എന്ന് പറയുമ്പോൾ 7 ആയിരിക്കും. സോ എത്ര ഡേയ്സ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുക? 7.5 days കൊണ്ടായിരിക്കും ഇവർക്ക് രണ്ടുപേർക്കും കൂടി ചേർന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഹൗ മച്ച് വാട്ടർ ഫ്രീ ഓഫ് കോസ്റ്റ് ഷുഡ് ബി ആഡഡ് ടു 18 liters of milk worth ₹70 per liter so that the value of the mixture is ₹60 per liter. അല്ലെ. 70 രൂപ ആയിരുന്നു ലിറ്ററിന്റെ വില ആണല്ലോ. 18 ലിറ്ററിന് 70 രൂപ വെച്ചിട്ടാണ് നമ്മളത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതിലേക്ക് നമുക്ക് അതിനെ 60 per liter ആക്കി ആ ഒരു വിലയുള്ള സാധനം ആക്കി മാറ്റണമെങ്കിൽ ഞാൻ എത്ര വെള്ളം ആഡ് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ ആണല്ലോ. വെള്ളത്തിന്റെ വില ഫ്രീ ആണ് അല്ലെ. സോ അപ്പൊ നമുക്കൊന്ന് നോക്കാം. ടോട്ടൽ അവിടെ എത്രയായിരുന്നു? 18 × 70 അല്ലെ. 18 × 70 എത്ര രൂപയ്ക്കായിരുന്നു അവിടെ ടോട്ടൽ
ടോട്ടൽ വാല്യൂ എത്രയാണ്? 18 ലിറ്റർ ഉണ്ട് അവിടെ മിൽക്ക് അല്ലേ? 70 രൂപ വെച്ചിട്ടാണ് അതിന്റെ വില. അപ്പൊ 18 ഇൻറ്റു 70 ടോട്ടൽ വാല്യൂ എത്രയാ? ഒന്ന് കണ്ടുപിടിച്ച് നോക്കൂ. 18 ഇൻറ്റു 70 18 ഇൻറ്റു 70 ഗുണിച്ച് നോക്കാം. 18 ഇൻറ്റു 7 ആദ്യം ഗുണിച്ച് നോക്കാം. 7 56 ബാക്കി 5 ഒരു 7 7 7 5 12 126 അഥവാ 1260 രൂപയാണ് ടോട്ടൽ അതിന്റെ വില. ആണല്ലോ? യെസ്. ഇനി സപ്പോസ് നമ്മൾ അതിലേക്ക് അതായത് ഈ വില എന്ത് ചെയ്യാൻ പാടില്ല? മാറ്റം ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ 1260 വെച്ചിട്ട് 60 ലിറ്ററിന് 1 ലിറ്ററിന് എത്ര രൂപ വന്നാലാണ് നമുക്ക് അല്ല എത്ര ലിറ്റർ ആയാലാണ് നമുക്ക് 1260നെ 60 രൂപ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാണ്ടിരിക്കാം? അതായത് 60 പെർ ലിറ്റർ ആണ് നമുക്ക് അതിന്റെ മിക്സ്ചറിന്റെ വിലയായിട്ട് നമുക്ക് വേണ്ടത്. സോ എത്ര വെള്ളം ആഡ് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. സോ 1260 രൂപ തന്നെയാണ് നമുക്ക് അവിടെ മൊത്തത്തിൽ വേണ്ടത്. ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 1260 തന്നെ ആയിരിക്കണം. സോ പക്ഷെ 1 ലിറ്ററിന് 60 രൂപ വെച്ചാവണം. അപ്പൊ എത്ര ലിറ്റർ വേണമെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 1260 60 അല്ലെ? സോ ആ 0 ആദ്യം വെട്ടിപ്പോയി. 12ൽ 6 2 പ്രാവശ്യം, 6ൽ 6 ഒരു പ്രാവശ്യം. 21 എന്തായിരിക്കണം? 21 ലിറ്റർ ആയാലാണ് നമുക്ക് പറ്റുക. അപ്പൊ എത്ര ലിറ്റർ വെള്ളം ആഡ് ചെയ്യണം ഞാൻ അതിലേക്ക്? ഓൾറെഡി 18 ലിറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നു. എത്ര ലിറ്റർ വെള്ളം ആഡ് ചെയ്യണം? 3 ലിറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി കഴിഞ്ഞു. 3 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റ് ഉള്ള 3 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എത്ര 60 രൂപ പെർ ലിറ്റർ എന്നുള്ള ലെവലിലേക്ക് ഇതിനെ മാറ്റാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളായിരുന്നു ഇപ്രാവശ്യം ഉണ്ടായിരുന്നത് അല്ലെ? അപ്പൊ ഈ ചോദ്യങ്ങളെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആണെങ്കിലും നമുക്ക് ആ ചോദ്യങ്ങൾ കൃത്യമായിട്ട് അഥവാ നമ്മൾ ആദ്യത്തെ ആ ഒരു സമയം കുറച്ച് സമയം എടുത്തതല്ലാതെ എല്ലാ ക്വസ്റ്റ്യൻസും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആയാലും മറ്റ് ക്വസ്റ്റ്യൻസിലായാലും സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് അതിന്റെ ലോജിക്ക് മാത്രം മതി. ആ സാധനം ഉള്ളവരാണ് നമ്മൾ അല്ലെ? അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? സോ അടുത്ത ആഴ്ച അടുത്ത ടോപ്പിക്കായിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ അതുവരേക്കും താങ്ക് യു വെരി മച്ച്.